ആ വെടിപ്പുര എങ്ങനെയാണ് തകർന്നു കിടക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ ഇപ്പോഴും ചെറിയ തീ ഇങ്ങനെ ആളുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ ഇത് നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൽ പലതിലും തീ പിടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. ഈ തെങ്ങിൻ്റെ ഓലയുടെ തലപ്പത്തോളം എത്തിയ അഗ്നിഗോളങ്ങളാണ് ഇന്നലെ ജെയ്സൺ ചാമവളപ്പിലും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും വളരെ സാഹസികമായി പകർത്തുക കൂടി ചെയ്തത്. ഇങ്ങനെയുള്ളൊരു 7-8 നിർമ്മാണശാലകളാണ് ഈ പരിസരത്തുണ്ടായിരുന്നത്. അതിൽ ഓരോന്നിനും ഓരോ പ്രത്യേക ജോലിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരിടത്ത് തിരിയാണ് നിർമ്മിക്കുന്നതെങ്കിൽ മറ്റൊരിടത്ത് ടൈമറാണ്. കാര്യം ഇതൊക്കെ കൃത്യസമയത്ത് സ്ഫോടനം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ടൈമറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സ്ഫോടക വസ്തുക്കളെ എല്ലാം ഉള്ളത്. ചിലയിടത്ത് മാലപ്പടക്കങ്ങൾ ഇങ്ങനെ മാലയായിട്ട് കോർത്തു വയ്ക്കുന്നതാണ് ഉള്ളത്. ചിലയിടത്ത് വെടിയുപ്പാണ് നിർമ്മിക്കുന്നത്, സൾഫർ. ചിലയിടത്ത് കരിമരുന്ന് വെയിലത്ത് ഉണക്കാനിട്ടിരുന്ന പ്രദേശമുണ്ട്. ഇതിൻ്റെ തൊട്ട് മുൻപിലുള്ള പ്രദേശം വെടിക്കോപ്പ് നിർമ്മാണശാല. ഇത് വെടിക്കോപ്പ് നിർമ്മാണശാലയും ആ സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്റ്റോറുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ ആധുനിക സംവിധാനങ്ങൾ അനുസരിച്ച് ഇലക്ട്രോണിക് റിമോട്ടുകൾ ഉപയോഗിച്ച് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെയാണ് ഇത്തരം ഫയർ ഡിസ്പ്ലേകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തുന്നത്. അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലും വരേണ്ട സമയമായി. ഇനിയും മനുഷ്യരെ ഇതേപോലെ കൈകൊണ്ട് കുഴച്ച് ഈ തിരിയും മരുന്നും ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ടതാണ്. കരിമരുന്നിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് മനസ്സിലാവും, വെടിമരുന്ന് പ്രയോഗങ്ങളോടുള്ള ഇഷ്ടം നമ്മൾ മനസ്സിലാകും. പക്ഷേ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും പൊലിയാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവൻ ബാക്കിയില്ലല്ലോ.